Good morning. In the previous class, we studied about heat engine. ആ ഹീറ്റ് എഞ്ചിനിൽ കാർനോട്ട് എഞ്ചിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. കാർനോട്ട് എഞ്ചിനിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാം. വി ആർ പ്ലേസിങ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ എ ഹോട്ട് റിസർവോയർ. അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരു ഐസോതെർമൽ പ്രോസസ്സ് നടക്കുന്നു. ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഓർ ദ എഞ്ചിൻ അബ്സോർബ്സ് എ Q1 heat from the source. And it will do W work and it will emit Q2 heat to lower temperature reservoir. That means sink. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർനോട്ട്സ് റെഫ്രിജറേറ്റർ ആണ്. ഇപ്പോൾ പറഞ്ഞ അതേ പ്രോസസ്സ്, ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നെയിംഡ് ആസ് റെഫ്രിജറേറ്റർ. അപ്പോൾ റെഫ്രിജറേറ്ററിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ്? ലോവർ ടെമ്പറേച്ചർ റിസർവോയർ, അതായത് സിങ്കിൽ നിന്ന് it is absorbing Q2 amount of heat energy and W amount of work is doing to the system. Then it will emit or it will reject Q1 amount of heat energy to higher temperature reservoir. That means source. Okay. അപ്പോൾ റെഫ്രിജറേറ്റർ മീൻസ് അപ്പോൾ എന്താ, ഒരു സ്ഥലത്ത് നിന്ന്, അതായത് നമുക്ക് സാധാരണ ഫ്രിഡ്ജിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഹീറ്റ് എനർജി വലിച്ചെടുക്കുന്നു. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം തണുക്കുന്നു. ദെൻ ഇറ്റ് ഈസ് ഡൂയിങ് സം വർക്ക്. ആ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ആ വർക്കും വലിച്ചെടുത്ത ഹീറ്റ് എനർജിയും കൂടി, അതായത് Q2 + W, ഇത്രയും എന്ത് ചെയ്യുന്നു? അത് സോഴ്സിലേക്ക് ഇജക്റ്റ് ചെയ്യുന്നു. അതായത് Q1 എന്ന് പറയുന്ന ഹീറ്റ് എനർജി. So it is named as a refrigerator. So Carnot's refrigerator means it is a Carnot engine working in reverse direction. It absorbs Q2 amount of heat from sink and it is doing W amount of work to the system. W amount of work is doing to the system. Then it is rejecting Q1 amount of heat to source. It is named as the refrigerator. ഇപ്പോൾ റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന സിമ്പിളാണ്. ഇത് ഹീറ്റ് എനർജി റെഫ്രിജറേറ്റർ വലിച്ചെടുക്കുന്നു, അതായത് ആ ഭാഗം തണുക്കുന്നു. എന്നിട്ട് റെഫ്രിജറേറ്ററിലേക്ക് ഒരു W എമൗണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ Q2 എന്ന് പറയുന്ന ഹീറ്റ് എനർജി വലിച്ചെടുക്കുന്നു, W എന്ന് പറയുന്ന വർക്ക് ചെയ്യുന്നു. ആ Q2 + W ദാറ്റ് ഈസ് ഈക്വൽ ടു Q1. അത്രയും ഹീറ്റ് എനർജി അത് പുറത്തേക്ക് അല്ലെങ്കിൽ സോഴ്സിലേക്ക് അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് ഇജക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അബൌട്ട് ദ റെഫ്രിജറേറ്റർ. ആൻഡ് വി നീഡ് ടു സ്റ്റഡി അബൌട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. It is the ratio of heat removed to the work done. എത്ര ഹീറ്റാണോ അത് റിമൂവ് ചെയ്യുന്നത്, അതിലേക്ക് എത്ര വർക്കാണോ ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോ ആണ് നമ്മളതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുക. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഹീറ്റ് എനർജി അത് വലിച്ചെടുക്കുന്നു, പിന്നെ എത്ര വർക്ക് ചെയ്യുമ്പോഴാണ് അത്രയും ഹീറ്റ് എനർജി അത് വലിച്ചെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുക. നോർമലി വി ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ് വിത്ത് എ ലെറ്റർ ബീറ്റ. ദാറ്റ് ബീറ്റ ഈക്വൽ ടു Q2 is the amount of heat energy absorbed, so Q2 divided by work done, that is W. And we know that the work done എന്ന് പറയുന്നത് ഇവിടെ Q1 - Q2 ആയിരിക്കും, അല്ലേ? Q2 + W = Q1 നമ്മൾ പറഞ്ഞിരുന്നു. So the maximum work done is equal to Q1 - Q2. That is about the coefficient of performance of a Carnot's refrigerator. So here ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് സിങ്കിൽ നിന്ന് ഹീറ്റ് എനർജി വലിച്ചെടുക്കുന്നു, അതുപോലെ സോഴ്സിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുന്നു. ഈ രണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് അവിടെ ഒരു ഐസോതെർമൽ പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് നമുക്കിതിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹീറ്റ് എഞ്ചിൻ, ഈ വരച്ചിരിക്കുന്ന ഹീറ്റ് എഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാമാണ്. ഈ ഹീറ്റ് എഞ്ചിൻ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ആരോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു റെഫ്രിജറേറ്ററിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രമായി. അപ്പോൾ ഇതിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഹീറ്റ് എഞ്ചിൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു Q1. ഈ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ Q1 എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്. പക്ഷേ ഇവിടെ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ Q1 എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി റിജക്റ്റഡ് ടു ദ സോഴ്സ് ആണ്. Q2 എന്ന് പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ ഹീറ്റ് എനർജി റിജക്റ്റഡ് ടു സിങ്ക് ആണ്. പക്ഷേ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ എന്താ, Q2 എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ് ഫ്രം സിങ്ക് ആണ്. പക്ഷേ ഈ Q1 ഉം Q2 ഉം ഇവിടെ നടക്കുന്നത് അതേ ഐസോതെർമൽ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഈ Q1 കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ Q1 എന്താണെന്ന് കണ്ടുപിടിച്ചിരുന്നു. Q1 ഈസ് ഈക്വൽ ടു RT1 log V2/V1 എന്നും, അതുപോലെ തന്നെ Q2 എന്ന് പറയുന്നത് RT2 log V2/V1 എന്നും കണ്ടുപിടിച്ചിരുന്നു. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് റെഫർ ചെയ്താൽ മതി. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് Q1 as RT1 log V1/V2 and Q2 as RT2 log V1/V2.
So from that two equation, I can write Q1 by Q2 as ആറും ആറും ക്യാൻസൽ ആവും, log V1 by V2 log V1 by V2 ക്യാൻസൽ ആവും, T1 by T2 will be there, isn't it? That is Q1 by Q2. അപ്പോൾ Q1 by Q2 എന്ന് പറയുന്നത് ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു T1 by T2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തൽക്കാലം Q1 മൈനസ് Q2 by Q2 എന്താണെന്ന് നമുക്ക് നോക്കാം. Q1 മൈനസ് Q2 by Q2 എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു Q1 by Q2 മൈനസ് Q2 by Q2. Q2 by Q2 എന്ന് വെച്ചാൽ 1 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് Q1 മൈനസ് Q2 by Q2 as Q1 by Q2 മൈനസ് 1. That Q1 by Q2 that is equal to T1 by T2. So I can write that is equal to T1 by T2 minus 1. അപ്പോൾ T1 by T2 minus 1 എന്നുള്ളതിൽ നിന്ന് T2നെ ഞാൻ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു T1 മൈനസ് T2 ഡിവൈഡ് ബൈ T2. സോ ഐ ക്യാൻ റൈറ്റ് Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q2 as T1 minus T2 by T2. So what is coefficient of performance? That is equal to Q2 divided by Q1 minus Q2, isn't it? So I can write the coefficient of performance as T2 divided by T1 minus T2. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് സിങ്കും സോഴ്സുമാണ് നമുക്ക് അറിയുന്നതെന്നുണ്ടെങ്കിൽ we can find the coefficient of performance by taking the equation T2 by T1 minus T2. And if you know the heat energy absorbed and heat energy rejected, then we can use the equation Q2 by Q1 minus Q2 in order to find coefficient of performance. So that is about the refrigerator. ഒരു തിയറത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കാർനോട്ട്സ് തിയറം. കാർനോട്ട്സ് തിയറം പറയുന്നതാണ് നോ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ റിവേഴ്സിബിൾ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദ സെയിം ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ. അതായത് രണ്ട് ടെമ്പറേച്ചറിൽ സോഴ്സും സിങ്കും ഓരോ ടെമ്പറേച്ചറിലാണെങ്കിൽ ഈ രണ്ട് ടെമ്പറേച്ചറിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനും കാർനോട്ട് എഞ്ചിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുകയില്ല. ഇതിനെയാണ് കാർനോട്ട്സ് തിയറം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻ്റ് ആയിട്ട് തരുകയാണ്, നിങ്ങളത് എഴുതണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഈ അസൈൻമെൻറ്റ് എന്നെ ഒന്ന് കാണിക്കണം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കാർനോട്ട്സ് തിയറം. കാർനോട്ട്സ് തിയറം ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ കാർനോട്ട്സ് തിയറം എന്ന് വെച്ചാൽ നോ എഞ്ചിൻ ക്യാൻ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ റിവേഴ്സിബിൾ കാർനോട്ട്സ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദ സെയിം ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ. രണ്ട് ടെമ്പറേച്ചറിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനും കാർനോട്ട് എഞ്ചിനേക്കാളും റിവേഴ്സിബിൾ കാർനോട്ട് എഞ്ചിനേക്കാളും എഫിഷ്യൻ്റ് ആയിരിക്കില്ല. ദാറ്റ് ഈസ് അബൌട്ട് ദ കാർനോട്ട്സ് തിയറം. ഇന്ന് നമുക്കൊരു കാര്യം കൂടി പഠിക്കാം, കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അതായത് യു നോ ദ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. വി ക്യാൻ ഗോ ബാക്ക്, നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് കണ്ടുപിടിക്കാം. ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഈറ്റ ക്യാൻ ബി റിട്ടൺ as T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1, isn't it? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാകുക, എൻ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ temperature of source and sink, and it is not depending on anything else. So the efficiency is equal to T1 minus T2 divided by T1. Okay, so we know that efficiency of a Carnot's engine depends only on temperature of source and sink. But thermometer scale depends on the property of substance used. അല്ലേ, നമ്മളിപ്പോൾ ഒരു തെർമോമീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തെർമോമീറ്റർ സാധാരണ നമ്മളിപ്പോൾ മെർക്കുറി തെർമോമീറ്റർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ തെർമോമീറ്ററിൻ്റെ ഏതൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിലും അത് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഏത് മെറ്റീരിയൽ ആണോ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ മെർക്കുറി ആണെങ്കിൽ മെർക്കുറിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തെർമോമീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ നമ്മുടെ കയ്യിലുള്ള ഫാരൻഹീറ്റ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്ന എല്ലാ സ്കെയിലും എന്താണ്, ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ തെർമോമീറ്റർ. ബട്ട് ഹിയർ വി നോ ദാറ്റ് in the case of Carnot's engine, the efficiency is not depending on the property of the material, but it is depending only on the temperature of source and sink. അപ്പോഴാണ് 1848 കെൽവിൻ ഒരു ഐഡിയ ഇട്ടത്. കെൽവിൻ കൊണ്ടുവന്ന ഐഡിയ എന്താ, ആ സ്കെയിലിനാണ് അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്നാണ് അതിൽ എഴുതാൻ ഉദ്ദേശിച്ചത്, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്, ടെമ്പറേച്ചർ അല്ല ടെമ്പറേച്ചർ. സോ ലോർഡ് കെൽവിൻ പ്രൊപ്പോസ്ഡ് അബൌട്ട് എൻ ഐഡിയ അബൌട്ട് ദ അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഒന്ന് നോക്കാം. തൽക്കാലം ഞാൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഐ ക്യാൻ റൈറ്റ് ദാറ്റ് എഫിഷ്യൻസി ഈക്വൽ ടു Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1. അതർവൈസ് ഐ ക്യാൻ റൈറ്റ് θ1 മൈനസ് θ2 ഡിവൈഡ് ബൈ θ1. θ1 എന്നും θ2 എന്നും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ടെമ്പറേച്ചറാണ്. സോ ഹിയർ യു നോ efficiency depending only on θ1 and θ2. Otherwise, we can say that efficiency is a function of θ1 and θ2. F of θ1, θ2 എന്ന് എഴുതിയിരിക്കുന്നത് യു നോ, എഫ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനിലെ
ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഹിയർ സോഴ്സിന്റെ ടെമ്പറേച്ചറായ തീറ്റ1ഉം സിങ്കിന്റെ ടെമ്പറേച്ചറായ തീറ്റ2 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ T1 T2 എന്ന് എഴുതാം. ഞാനിവിടെ തീറ്റ1 തീറ്റ2 എന്ന് എഴുതിയെന്നുള്ളൂ. ബട്ട് then I can write that Q1 minus Q2 divided by Q1 as f of theta1 theta2. Otherwise I can write Q1 minus Q2 divided by Q1 എന്നുള്ളതിന് I can write that is equal to 1 minus Q2 divided by Q1, that is equal to f of theta1 comma theta2. So that is a 1 minus Q2 by Q1 is a function that is depending on theta1 and theta2. So I am writing that as 1 minus Q2 by Q1 as f of theta1 theta2. So from this equation I can find what is Q1 divided by Q2, isn't it? ഈ ഇക്വേഷനിൽ നിന്ന് 1 minus Q2 by Q1 equal to f of theta1 theta2 എന്നുള്ളതിന് എനിക്ക് Q2 by Q1 എന്ന് പറയുന്നതിന് എനിക്ക് 1 minus f of theta1 theta2 എന്ന് എഴുതാം. അതായത് Q1 by Q2 എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. that I can write as 1 by 1 minus f of theta1 theta2. So here also we can say that Q1 by Q2 എന്ന് പറയുന്നത് എന്താണ്? തീറ്റ1നെയും തീറ്റ2നെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. കാരണം എന്താ, ഇവിടെ 1 എന്ന് പറയുന്നത് 1 ആണ്, അതൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 1 മൈനസ് എഫ് ഓഫ് തീറ്റ1 തീറ്റ2. അപ്പോൾ ആ ഫംഗ്ഷനെ ഞാൻ തൽക്കാലം ഈ 1 by 1 മൈനസ് എഫ് ഓഫ് തീറ്റ1 തീറ്റ2 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ അതിനൊരു പുതിയൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നു, ക്യാപിറ്റൽ എഫ് ഓഫ് തീറ്റ1 തീറ്റ2. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് Q1 by Q2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ1 ആൻഡ് തീറ്റ2. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് Q1 by Q2 ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ1 കോമ തീറ്റ2. അപ്പോൾ ഇവിടെ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്, ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ ബിറ്റ്വീൻ ടു ടെമ്പറേച്ചർ തീറ്റ1 ആൻഡ് തീറ്റ2, വേർ തീറ്റ1 ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആൻഡ് തീറ്റ2 ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് സിങ്ക്. ദെൻ ഐ ക്യാൻ ഫൈൻഡ് Q1 by Q2 as f of തീറ്റ1 കോമ തീറ്റ2. ഓക്കെ, സപ്പോസ് ദിസ് കാർനോട്ട് എഞ്ചിൻ ഈസ് വർക്കിംഗ് ഇൻ അനദർ ടു ടെമ്പറേച്ചർ, തീറ്റ2ന്റെയും തീറ്റ3ന്റെ ഇടയിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദെൻ ഹൗ ക്യാൻ ഐ റൈറ്റ് Q2 by Q3 is equal to f of തീറ്റ2 തീറ്റ3. ഇസില്ലേ, എനിക്ക് അങ്ങനെ റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ Q2 by Q3നെ എനിക്ക് എഫ് ഓഫ് തീറ്റ2 കോമ തീറ്റ3 എന്ന് എഴുതാം. Q1 by Q2നെ ഞാൻ മുകളിൽ എഫ് ഓഫ് തീറ്റ1 കോമ തീറ്റ1 ഞാൻ എഴുതിയിട്ടുണ്ട്. സപ്പോസ് ദ സെയിം കാർനോട്ട് എഞ്ചിൻ വർക്ക്സ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ തീറ്റ1 ആൻഡ് തീറ്റ3. ഇതേ ടെമ്പറേച്ചർ ഈ കാർനോട്ട് എഞ്ചിൻ തന്നെ തീറ്റ1 തീറ്റ3 എന്ന് പറയുന്ന രണ്ട് ടെമ്പറേച്ചറിന്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് Q1 by Q3 as f of തീറ്റ1 തീറ്റ3. Q1 എന്ന് പറയുന്നത് ആ കേസിൽ തീറ്റ1 എന്ന് പറയുന്ന സോഴ്സ് ടെമ്പറേച്ചറിൽ അത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ്. Q3 എന്ന് പറയുന്നത് സിങ്കിലേക്ക് അത് എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് Q1 by Q3 as f of തീറ്റ1 തീറ്റ3. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനെ ഞാൻ ഒന്നും കൂടി എടുത്തെഴുതുന്നു. Q1 by Q2 is equal to f of തീറ്റ1 കോമ തീറ്റ2. Q2 by Q3 equal to f of തീറ്റ2 കോമ തീറ്റ3. And Q1 by Q3 is the function depending on തീറ്റ1 കോമ തീറ്റ3, isn't it? അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് Q1 by Q3 എന്നുള്ളതിന് എനിക്ക് വേണമെങ്കിൽ Q1 by Q2 into Q2 by Q3 എന്ന് എഴുതാം. എഴുതിക്കൂടെ? കാരണം Q2 അവിടെ ന്യൂമറേറ്ററിലുണ്ട്, Q2 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ അത് പരസ്പരം ക്യാൻസൽ ആയിക്കോളും. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് Q1 by Q3 as Q1 by Q2 into Q2 by Q3. So I am applying the equation 1, 2 and 3 on equation 4 because Q1 by Q3 എന്ന് പറയുന്നത് we know that is equal to, according to equation 3, that is equal to a function depending on തീറ്റ1 and തീറ്റ3, that is f of തീറ്റ1 തീറ്റ3, and Q1 by Q2 that is f of തീറ്റ1 തീറ്റ2, and Q2 by Q3 that is equal to f of തീറ്റ2 തീറ്റ3, isn't it? So I can write this equation as f of തീറ്റ1 comma തീറ്റ3 equal to f of തീറ്റ1 കോമ തീറ്റ2 and f of തീറ്റ2 കോമ തീറ്റ3. അതായത് തീറ്റ1ഉം തീറ്റ3യും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായ f of തീറ്റ1 തീറ്റ3യെ മറ്റേ രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് തീറ്റ1നെയും തീറ്റ3യെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ആ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നതോ തീറ്റ1നെയും തീറ്റ2നെയും തീറ്റ2നെയും തീറ്റ3നെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള തീറ്റ2ന്റെ ഡിപ്പെൻഡൻസ് പോകണം വേണ്ടേ? കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് തീറ്റ1നെയും തീറ്റ2നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, മറ്റേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തീറ്റ2നെയും തീറ്റ3നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? തീറ്റ1നെയും തീറ്റ3നെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് തീറ്റ2നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? f of തീറ്റ1. So this equation is possible only if the function can be written as f of തീറ്റ1 തീറ്റ2 എന്ന് പറയുന്ന ഫംഗ്ഷനെ phi of തീറ്റ1 by phi of തീറ്റ2 എന്ന് എഴുതി കഴിഞ്ഞാൽ മാത്രമേ, ആ ഫോമിലാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക? f of തീറ്റ1 തീറ്റ2 എന്ന് പറയുന്നതിനെ phi of തീറ്റ1 by തീറ്റ2 എന്ന് എഴുതാം.
എഫ് ഓഫ് തീറ്റ ടു തീറ്റ ത്രീ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് തീറ്റ ടു ബൈ ഫൈ ഓഫ് തീറ്റ ത്രീ എന്ന് എഴുതാം. അപ്പോൾ ഫൈ ഓഫ് തീറ്റ ടു എന്ന് പറയുന്ന ന്യൂമറേറ്റർ ഉള്ള ഫംഗ്ഷനും ഫൈ ഓഫ് തീറ്റ ടു എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഉള്ള ഫംഗ്ഷനും ക്യാൻസൽ ആവും. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എഫ് ഓഫ് തീറ്റ വൺ തീറ്റ ത്രീ എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? ഫൈ ഓഫ് തീറ്റ വൺ ഡിവൈഡഡ് ബൈ ഫൈ ഓഫ് തീറ്റ ത്രീ മാത്രമായിരിക്കും. So we can say that it is possible only if the function is in the form phi of theta 1 divided by phi of theta 2. അപ്പോൾ ഇങ്ങനെയൊക്കെ എത്തിയപ്പോഴാണ്, ഇതൊക്കെ ഇങ്ങനെ കാർനോട്ട് എഞ്ചിനെ പറ്റി ഇങ്ങനെയൊക്കെ എത്തി വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ കെൽവിൻ എന്ത് ചെയ്ത് ഒരു സ്കെയിൽ സജസ്റ്റ് ചെയ്ത്. ആ സ്കെയിൽ സജസ്റ്റ് ചെയ്തതാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എഫ് ഓഫ് തീറ്റ വൺ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ഫൈ ഓഫ് തീറ്റ വൺ ബൈ എഫ് ഓഫ് തീറ്റ വൺ തീറ്റ ടു എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഫൈ ഓഫ് തീറ്റ വൺ ബൈ ഫൈ ഓഫ് തീറ്റ ടു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫൈ ഓഫ് തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് തീറ്റയെ, അതായത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കെയിൽ കെൽവിൻ സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ Q1 ബൈ Q2 എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം. എന്താണ്? ഫൈ ഓഫ് തീറ്റ വൺ ബൈ ഫൈ ഓഫ് തീറ്റ ടു ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? Q1 എന്ന് പറയുന്നതിൽ നമ്മൾ എഴുതി ഫൈ ഓഫ് തീറ്റ വൺ ബൈ ഫൈ ഓഫ് തീറ്റ ടു ആണ്. അപ്പോൾ ഈ ഫൈ ഓഫ് തീറ്റ വൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു T1. ഫൈ ഓഫ് തീറ്റ ടു ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ ടു. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ വൺ ബൈ തീറ്റ ടു എന്ന് കിട്ടും. അതുപോലെ Q1 ബൈ Q2 എന്ന് പറയുന്നത് വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ വൺ ബൈ തീറ്റ ടു. റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, Q1 ബൈ Q2 നമുക്ക് തീറ്റ വൺ ബൈ തീറ്റ ടു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? റേഷ്യോ ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് Q1 ബൈ Q2 എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ഓഫ് ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാം, തീറ്റ വൺ ബൈ തീറ്റ ടു. അപ്പൊ കെൽവിൻ അങ്ങനെ സജസ്റ്റ് ചെയ്ത കാർനോട്ട് എഞ്ചിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെൽവിൻ സജസ്റ്റ് ചെയ്ത ഈ സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് സ്കെയിൽ, അതല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കെയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്ന ടെമ്പറേച്ചർ സ്കെയിൽ ഒരിക്കലും ഒരു തെർമോമീറ്ററിനെയോ തെർമോമീറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവിനെയോ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. സോ Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു തീറ്റ വൺ ബൈ തീറ്റ ടു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ തെർമോമീറ്റർ. ഇപ്പൊ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഉള്ള ഒരു ഡിപ്പെൻഡൻസ് ഈ കെൽവിൻ സ്കെയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കിത് എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സ്കെയിലായ അബ്സല്യൂട്ട് സ്കെയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഈ കെൽവിൻ സ്കെയിലാണ് നമ്മൾ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതിലൊരു കാര്യം കൂടി നമുക്കൊന്ന് പഠിച്ചിട്ട് നിർത്താം. അബ്സല്യൂട്ട് സീറോ എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചതാണ് കെൽവിൻ സ്കെയിലിലെ സീറോ എന്ന് പറയുന്നത്. ഏതൊരു സ്കെയിൽ തുടങ്ങുമ്പോൾ സീറോയിലായിരിക്കത്തുള്ളൂ തുടങ്ങുക. 0, 1, 2, 3 അങ്ങനെയായിരിക്കുമല്ലോ. 0 കെൽവിൻ 1 കെൽവിൻ അങ്ങനെയായിരിക്കുമല്ലോ തുടങ്ങുക. അതിൽ ഏറ്റവും താഴെയുള്ളതാണ് നമ്മൾ 0 കെൽവിൻ. അതിനാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. 0 കെൽവിൻ എന്ന് വെച്ചാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, എന്തുകൊണ്ടാണ് -273.14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ കെൽവിൻ സ്കെയിൽ വന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. നമുക്കറിയുന്ന കാര്യമാണ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 ആണ്. അതർവൈസ് ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 ഡിവൈഡ് ബൈ T1 എനിക്ക് എഴുതാം. ഇവിടെ T1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്. T2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് സിങ്ക്. സപ്പോസ് വി ആർ ഗോയിങ് ടു ടേക്ക് T2 as 0. T2 നമ്മൾ 0 ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? T2 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ കിട്ടുക? Q2 എന്തായിരിക്കണം? 0 ആയിരിക്കണം, വേണ്ടേ? T2 0 ആണെങ്കിൽ അവിടെ Q2 0 ആയിരിക്കണം. അതുപോലെ തന്നെ T2 0 ആണെങ്കിൽ നമുക്ക് എന്താ എഫിഷ്യൻസി എന്താ കിട്ടുക? T1 മൈനസ് 0 ബൈ T1, അതായത് എന്താ കിട്ടുക? 1 ആയിരിക്കും കിട്ടുക, അല്ലേ? ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 കെൽവിൻ എന്ന് പറയുന്നത്. സോ 0 കെൽവിൻ ഇസ് ദ ടെമ്പറേച്ചർ ഓഫ് സിങ്ക് അറ്റ് വിച്ച് നോ ഹീറ്റ് ഈസ് റിജക്റ്റഡ്, ഓർ ഇറ്റ് ഈസ് ദ ടെമ്പർ അറ്റ് വിച്ച് ദ കാർനോട്ട്സ് എഞ്ചിൻ ഹാവ് 100% എഫിഷ്യൻസി. 100% എഫിഷ്യൻസി ഉള്ള ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ 0 കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ താഴെ ഒരു ടെമ്പറേച്ചർ പോസിബിൾ അല്ല. കാരണം എന്താ? അതിനേക്കാൾ താഴെ ഒരു ടെമ്പറേച്ചർ പോസിബിൾ ആയുള്ള പ്രശ്നം എന്താ? T2 എന്ന് പറയുന്നത് 0നേക്കാളും താഴെ പോകാമെന്ന് വിചാരിക്കുക. എന്താ പ്രശ്നം? എന്താ? എഫിഷ്യൻസി എന്താവും? 100% കൂടും. 100% കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ലോ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഫിസിക്സിനൊക്കെ എതിരാണ്. അങ്ങനെ 100% മുകളിലുള്ള ഒരു എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനും ഉണ്ടാവില്ലല്ലോ. മാക്സിമം എഫിഷ്യൻസി എന്ന് വെച്ചാൽ 1 ആവാൻ പറ്റൂ. അപ്പോഴാണ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാർനോട്ട് എഞ്ചിന് 100% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ സിങ്കിന് വേണ്ട ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 0 കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ സിങ്കിന്റെ ടെമ്പറേച്ചർ 0 കെൽവിൻ ആണെങ്കിൽ സോഴ്സിന്റെ ടെമ്പറേച്ചർ എന്ത് ടെമ്പറേച്ചർ ആണെങ്കിലും അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 1 ആയിരിക്കും.
So that is about the efficiency of Carnot engine equal to 1 at 0 Kelvin. അപ്പോൾ അതാണ് നമ്മൾ 0 Kelvin അബ്സൊല്യൂട്ട് സീറോ എന്താണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാർനോട്ട് റെഫ്രിജറേറ്റർ എന്താണ് എന്നൊന്ന് പറഞ്ഞു, പിന്നെ കാർനോട്ട് തിയറം പറഞ്ഞു. അതിൻ്റെ പ്രൂഫ് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രൂഫ് നിങ്ങളൊന്ന് വായിച്ച് പഠിച്ച് അസൈൻമെൻ്റ് ആയിട്ട് എഴുതുക. പിന്നെ കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്താണ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ അബ്സൊല്യൂട്ട് സീറോ Kelvin എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.